എല്ലാവർക്കും നമസ്കാരം. മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മോന് മാമ്പഴ പുളിശ്ശേരി കഴിക്കണമെന്ന് കൊതി പറഞ്ഞിട്ട് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഈ മോനല്ല കേട്ടോ, കുറച്ച് വലിയൊരു മോനുണ്ട് ഇവിടെ. ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ഇത് ചപ്പിക്കുടിയൻ മാങ്ങയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇലു ഓൾറെഡി ഒരു മാങ്ങ കഴിച്ചതാണ്, എന്നിട്ട് രണ്ടാമത് എടുക്കാൻ വന്നേക്കാണ്. ഇനി ഇതിവിടെ വയ്ക്കും തോറും ഓരോന്ന് കുറഞ്ഞു വരും. ഇതാ പോണു ഒരെണ്ണം. എൻ്റെ ചെറുപ്പത്തിൽ മഴയൊക്കെ പെയ്ത് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ജോസേട്ടൻ്റെ പറമ്പിൽ പോയിട്ട് മാങ്ങ പറിക്കാൻ. നമ്മുടെ പറമ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു കൂട്ടായിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് ഭയങ്കര വാദിപ്പാണ് ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയെന്നൊക്കെ. ഞാൻ, നിസ, ആതിര, ജിതിൻ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും. ഓരോരുത്തർക്കും ഓരോ കവറ് മാങ്ങയൊക്കെ കിട്ടും കേട്ടോ. ഇതൊന്നും ജോസേട്ടനെ അമ്മിണിയേച്ചൊന്നും അറിയില്ല. ഞങ്ങൾ പറക്കെടുത്തോണ്ട് പോരും. വീട്ടിൽ വന്ന് ഒരു ബക്കറ്റ് വെള്ളത്തിൽ അങ്ങോട്ട് കുടഞ്ഞിടും. എന്നിട്ട് ഓരോന്ന് എടുത്ത് കഴിക്കും. അമ്മ അപ്പോഴേക്കും ഒരു പാത്രമൊക്കെ ആയിട്ട് വരും കേട്ടോ, കുറച്ച് വാങ്ങിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തിനാ ഈ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനായിട്ട്. ഇപ്പം അതൊക്കെ മിസ് ചെയ്യുക. ഇപ്പോൾ ഒറ്റയ്ക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ വിലയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. നാട്ടിൽ മാങ്ങയുടെ ഒരു സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെയും നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു ചപ്പിക്കുടിയൻ മാങ്ങ കിട്ടുന്നത് ഭയങ്കര റയറായിട്ടാണ്. പുളിശ്ശേരി വയ്ക്കുമ്പോൾ ജീരകവും പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ആ അരപ്പ് നമ്മുടെ വെന്തിരിക്കണ മാങ്ങയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇവിടെ പുളി കുറഞ്ഞ തൈരാണ് നമുക്ക് കിട്ടുള്ളൂ. അത് വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയിലടിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. തിളയ്ക്കണ്ട കേട്ടോ, തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇനി താളിച്ചെടുക്കലാണ്. കടുകും നമ്മുടെ വേപ്പിലയും ചുവന്ന മുളകൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം. കറി റെഡിയായാൽ വിളിക്ക്, ചോറുണ്ണാമെന്ന് പറഞ്ഞിട്ട് ഒരാളവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോട്ടെ.